രണ്ടാം സ്കന്ധത്തിൻ്റെ അടുത്ത വിഷയം ഏകരൂപ ഈശ്വര ധ്യാനം. വിശ്വത്തിൽ മുഴുവനും ഭഗവാന്റെ സ്വരൂപമായിട്ട് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ ഏതെങ്കിലും ഒരു ഇഷ്ടമൂർത്തിയെ നമ്മൾ സ്വീകരിക്കുക. ഓരോരുത്തർക്കും ഓരോ രൂപത്തിലായിരിക്കുമല്ലോ കൂടുതൽ ഒരു ചായ്വ്. ചിലർക്ക് കുട്ടി കൃഷ്ണൻ, ചിലർക്ക് വലിയതായിട്ടുള്ള കൃഷ്ണൻ, ചിലർക്ക് അയ്യപ്പൻ, ചിലർക്ക് ദേവി, ചിലർക്ക് രാമൻ, ചിലർക്കോ ഗണപതി. അപ്പോൾ ഏതെങ്കിലും ഒരു ഇഷ്ടമൂർത്തി. എന്തുകൊണ്ട് നമ്മൾ ഇഷ്ടമൂർത്തി എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിനോടാണോ ഇഷ്ടമുള്ളത് അവിടേക്ക് മനസ്സിൻ്റെ ഒഴുക്ക്, ചിന്തകളുടെ പ്രവാഹം ഒഴുകും. അതുകൊണ്ടാണ് അങ്ങനെ ഇഷ്ടമൂർത്തിയെ തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ തന്നെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ, ആഴത്തിലേക്ക് ഇറങ്ങാൻ ആ ഇഷ്ടമൂർത്തിയുടെ രൂപവും നാമവും നമ്മളെ സഹായിക്കും. അപ്പം ആ ഇഷ്ടമൂർത്തിയുടെ രൂപം, നാമം അതെന്താ ചെയ്യുക? ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സ് ശാന്തമായിട്ട് ആ ഭഗവാന്റെ രൂപം, കേശാദിപാദം പാദാദി കേശം, ഭഗവാന്റെ രൂപം ഒന്ന് മനസ്സിൽ കാണാം. അപ്പം മനസ്സിൽ തെളിയുന്നില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ പൂജാമുറിയിൽ നമ്മുടെ മുന്നിൽ ഭഗവാന്റെ ഒരു ഫോട്ടോ, ഭഗവാന്റെ ഫോട്ടോ വെച്ചിട്ട് ആ ഫോട്ടോയിൽ ഭഗവാനെ മുകളിൽ നിന്ന് താഴെ വരെ കേശാദിപാദം ഒന്ന് കാണുക. എന്ത് രസമായിരിക്കും അല്ലേ? ഭഗവാൻ മധുരാധിപതിയാണല്ലോ. അപ്പം ആ മധുരമായിട്ടുള്ള ഭഗവാന്റെ രൂപത്തിന് നമ്മൾ കണ്ണുകൾ കൊണ്ട് കുടിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. ഓരോ രൂപം കാണുമ്പോഴും നമ്മൾ ഓരോ പീസ് ലഡ്ഡു തിന്നുമ്പോൾ എങ്ങനെയാണ് തിന്നേണ്ടത്? ലഡ്ഡു ഇഷ്ടമുള്ള ആൾക്കാർ കേട്ടോ, ചിലർക്ക് ലഡ്ഡു ഇഷ്ടമല്ലല്ലോ. ഇഷ്ടമുള്ളവർക്ക് വിശന്നിരിക്കുന്ന സമയത്ത് ഒരു വാൽ ലഡ്ഡു കഴിക്കുമ്പോൾ എന്തൊരു സ്വാദ്, എന്തൊരു സ്വാദ് എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നത് പോലെ ഭഗവാന്റെ ശിരസ് മുതൽ ആ കിരീടം, നല്ല രത്നങ്ങൾ കൊണ്ട് പതിപ്പിച്ചിരിക്കുന്ന കിരീടം, അതിൻ്റെ തൊട്ടടിയിൽ ഭഗവാന്റെ തിരുനെറ്റി, ആ നെറ്റിയിൽ ചന്ദന കുറി തൊട്ടിട്ടുണ്ട്. നെറ്റിയുടെ ആ ഒരു ഭംഗി, ഒരു പാതിയുള്ള ചന്ദ്രനെ പോലെയുള്ള ഭംഗി. അവിടെ ഇങ്ങനെ മുടി, ഇങ്ങനെ കുറച്ച് കുഞ്ഞു മുടി ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. അത് കാണാൻ നല്ല രസമുണ്ട്, കർട്ടൻ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് പോലെ അല്ലേ. അത് കഴിഞ്ഞിട്ടോ താഴേക്ക് വരുന്നു ഭഗവാന്റെ രണ്ട് കണ്ണുകൾ, സുന്ദരമായ താമരതളം പോലെയുള്ള കണ്ണുകൾ, ഒട്ടലില്ലാത്ത കണ്ണുകൾ. അങ്ങനെ വേണ്ടേ ആവാനല്ലേ? കണ്ണുകൾ ഒട്ടലില്ലാത്ത കണ്ണുകൾ എപ്പോഴാവുക? കാണുന്ന വസ്തുവിൽ ഒട്ടിപ്പിടിക്കും. വിൻഡോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താണെന്നറിയോ വിൻഡോ ഷോപ്പിംഗ്? നമ്മൾ വലിയ വലിയ ലുലു മോളൊക്കെ വന്നിട്ടുണ്ടല്ലോ അല്ലേ? ആ മോളിലൊക്കെ നമ്മൾ ഷോപ്പിങ്ങിന് പോകും, പക്ഷെ ഒന്നും വാങ്ങിക്കില്ല, എല്ലാം കാണും, കണ്ട് ആസ്വദിക്കുക. അതിനാണ് വിൻഡോ ഷോപ്പിംഗ്. ഒന്നും മേടിക്കുന്നില്ല, കാശൊന്നും വേണ്ടല്ലോ അല്ലേ? കണ്ട് ആസ്വദിക്കാൻ എന്ത് രസമാണല്ലോ അല്ലേ? അത് വാങ്ങിച്ച് അതിന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അത് ചെയ്യാൻ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അതിന് പറ്റും അത് കണ്ട് ആസ്വദിക്കാമല്ലോ, വിൻഡോ ഷോപ്പിംഗ് എന്ന് പറയുന്നതിന്. അതേപോലെ തന്നെ ഇവിടെ ഓരോ രൂപം, ഭഗവാന്റെ ഓരോ ഭാഗം, കണ്ണുകൾ, അതിനാണ് ഒട്ടലില്ലാത്ത കണ്ണുകൾ എന്ന് പറയുന്നത്. കാണുന്നത് ഒട്ടലില്ലാതെ കാണുന്നു, എക്സ്റേ രൂപേണ കാണുന്നതെല്ലാം ഭഗവാന്റെ രൂപം, കാണുമ്പോൾ ഉണ്മയായിട്ട് കാണുന്നു. അങ്ങനെയുള്ള ഭഗവാന്റെ താമര ദളം പോലുള്ള കണ്ണുകളിൽ ചുവന്ന നിറം. എന്തുകൊണ്ട്? പ്രേമം കൊണ്ട്. പ്രേമാധിക്യം വരുമ്പോൾ കണ്ണുകൾ ചുമക്കും അല്ലേ? പക്ഷെ അകത്താക്കിയാലും ചുമക്കുമല്ലോ അല്ലേ? അല്ലേ? കൺഫ്യൂഷൻ വരുമ്പോഴും കരഞ്ഞ് ചുമക്കുമല്ലോ. പക്ഷെ അങ്ങനെയല്ല, സ്നേഹം കവിഞ്ഞൊഴുകുമ്പോൾ കണ്ണുകൾക്കൊരു നല്ലൊരു നല്ല ചുവപ്പ് നിറം വരും. അപ്പോൾ ഭഗവാന്റെ കണ്ണുകളിൽ ആ ഒരു വാത്സല്യം കാണാം. ഭഗവാന്റെ കണ്ണുകൾ നമ്മളേക്ക് ഇങ്ങനെ നോക്കുന്നു, ഭഗവാൻ നമ്മളെ നോക്കുന്നു. എന്തൊരു രസമായിരിക്കും അല്ലേ? ഹനുമാൻ ആദ്യമായിട്ട് രാമനെ കാണുന്ന ഒരു രംഗമുണ്ട് രാമായണത്തിൽ. എന്ത് രസമായിരിക്കും അല്ലേ? ഭക്തൻ ഭഗവാനെ കാണുകയാണ്, ഭഗവാൻ ഭക്തനെ കാണുകയാണ്. പക്ഷേ അതിനൊരു രസം എപ്പോഴാണ് വരിക? ഭഗവാന്റെ അടുത്ത് ഉള്ളിലുള്ള ഒരു പ്രേമ വരണം, എന്നാലേ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിലോ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ക്രിക്കറ്റ്, സച്ചിൻ ടെണ്ടുൽക്കർ ബാറ്റ് ഉപയോഗിച്ചു. ആ ബാറ്റ് വിൽക്കാൻ പോവാണ്. അപ്പോൾ എത്ര പേര് വാങ്ങിക്കാനുണ്ടാവും സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ബാറ്റ്? അതും സച്ചിൻ ടെണ്ടുൽക്കർ അതിൽ സൈൻ ചെയ്യാണ്, തൻ്റെ ഒപ്പ്. പക്ഷെ ക്രിക്കറ്റിനെ പറ്റി ABCD അറിയാത്തവർക്ക് ഈ ബാറ്റ് കൊടുത്താൽ എന്ത് ചെയ്യും? ഒരു ഭാവം ഉണ്ടാവില്ല ഉള്ളിലല്ലേ. എന്ത് ബാറ്റ്, ഇതെന്ത് ഇത്? അപ്പോൾ ക്രിക്കറ്റിനോടൊരു താല്പര്യം വേണം അല്ലേ? വർഷങ്ങളായിട്ട് കണ്ട് അതിനോടൊരു പ്രേമം. അതുപോലെ ക്രിക്കറ്റിലുള്ളവരോടൊക്കെ അറിയണം, കളിക്കുന്നവരെ അറിയണം. അതുപോലെ സച്ചിൻ ടെണ്ടുൽക്കറുടെ മഹത്വം അറിയണം. അറിഞ്ഞ് ഊറി വരുമ്പോൾ പിന്നീട് കാണുമ്പോൾ തന്നെ ഉള്ളിൽ ആ ഭാവം നിറയും അല്ലേ? അതേപോലെ ഭഗവാന്റെ മഹത്വം നമ്മൾ കേട്ട് അറിയുമ്പോൾ ഭഗവാന്റെ രൂപം കാണുമ്പോൾ തന്നെ ഉള്ളിൽ ഭാവം നിറയണം, പ്രേമം നിറയണം.
നമ്മൾ ലൗകിക വ്യക്തികളെയൊക്കെ ഒരുപാട് കാലം കണ്ടതിന് ശേഷം കാണുമ്പോഴോ നമ്മുടെ മക്കളൊക്കെ ദൂരെയുണ്ട്, മിത്രങ്ങളൊക്കെ ദൂരെയാണ്. എന്നിട്ട് കുറേ കാലത്തിന് ശേഷം അവർ വരുമ്പോൾ കണ്ണുകൾ ഇങ്ങനെ നോക്കിയിരിക്കില്ല അവരെ കാണാൻ വേണ്ടി. കാണുമ്പോൾ എന്തൊരു രസമാണ്. അതേപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ദിവസവും ഭഗവാന്റെ ധ്യാനം ചെയ്യുമ്പോൾ ഭഗവാനെ കാണുന്നത് അങ്ങനെ ആയിരിക്കണം. എങ്ങനെയാണ്? ഭഗവാനെ എത്ര കാലം അങ്ങേ കണ്ടിട്ട് ഒന്ന് ദർശനം തന്നൂടെ എന്ന് പറഞ്ഞ് ആ വ്യാകുലതയോടുകൂടെ കാണണം എന്നാണ്. എങ്ങനെ വ്യാകുലമാവണം? ഒരു കുഞ്ഞ് അമ്മയെ കാണാതെ വിശന്ന് പൊരിയാണ്, എന്നിട്ട് അമ്മ കാണുന്നില്ല. കുഞ്ഞ് കരയല്ലേ, എനിക്ക് വേറെ ഒന്നും വേണ്ട, അമ്മ മാത്രം, അമ്മ 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 എന്ന് പറഞ്ഞിട്ട് കരയല്ലേ. എന്ത് വേറെ കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്താലും കുഞ്ഞിന് ഒന്നും വേണ്ട, എനിക്ക് അമ്മ മാത്രം മതി. അതുപോലെ ഭഗവാനെ എന്ന് പറഞ്ഞ് ഭഗവാനോട് സംസാരിച്ചുകൊണ്ട് ആ മുഴുവൻ രൂപൻ, കണ്ണുകൾ, ആ മൂക്കുകൾ, നാസികാദ്വാരങ്ങൾ, ആ പുഞ്ചിരി നന്നായിട്ട് നമ്മളെ നോക്കി ചിരിക്കുന്നു. കവിൾ തടങ്ങൾ ഉണ്ട്, നല്ല ചുവന്ന കവിൾ തടങ്ങൾ. ചെവിയിൽ ആ കുണ്ടലം നല്ല സുന്ദരമായിട്ട് ഭംഗി. ആ ഓരോ അംഗങ്ങളും ശരീരത്തിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള അംഗങ്ങളാണ്. നമ്മുടെ ശരീരം പോലെയല്ല ഭഗവാന്റെ ശരീരം അല്ലേ, ചൈതന്യ രൂപമായിട്ടുള്ള ശരീരമാണല്ലോ. അപ്പം ആ ചെവികളുടെ ഭാഗം, കഴുത്ത് ഭാഗം, മാലകൾ, രത്നമാലകൾ, സ്വർണമാല, വനമാല, പുഷ്പമാല ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു ആ കഴുത്തിൽ. പിന്നീടോ ഉത്തരീയം വസ്ത്രം ധരിച്ചിട്ടുണ്ട് ഭഗവാൻ. പിന്നീടോ താഴ്ഭാഗത്തേക്ക് വരുവാണ് അരഞ്ഞാണം ധരിച്ചിട്ടുണ്ട്. ആ വസ്ത്രമുണ്ട്, മഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നു. താഴേക്ക് വരികയാണ്, നമ്മൾ പാദങ്ങളിലേക്ക് വരികയാണ്. പാദം മൃദുവായിട്ടുള്ള പാദം. ആ പാദമാണല്ലോ നമ്മുടെ ഭൃഗു മഹർഷി നെഞ്ചിൽ ചവിട്ടിയല്ലോ അല്ലേ. പക്ഷെ ഭൃഗു മഹർഷിയുടെ പാദം എങ്ങനെയായിരുന്നു? ഹാർഡായിട്ടുള്ള പാദമായിരുന്നു അല്ലേ. പക്ഷേ ഭഗവാൻ എന്താ പറഞ്ഞത്? എൻ്റെ ഹൃദയം കല്ല് പോലെയാണ്, അതുകൊണ്ട് അങ്ങയുടെ പാദം എൻ്റെ ഇതിൽ ചവിട്ടിയപ്പോൾ അങ്ങയുടെ പാദം നോവിച്ചിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ശരിക്കും ഭഗവാന്റെ പാദം എങ്ങനത്തുള്ള പാദമാണ്? ഈ ലോകത്തിന് മുഴുവനും ആശ്രയമായിട്ടുള്ള ആ ഒരു പാദം. ഭഗവാന്റെ രൂപം നിൽക്കുന്നത് ആ പാദത്തിലാണല്ലോ. അപ്പം ആ പാദം സത്യത്തിൻ്റെ സൂചകമാണ്. പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ആധാരമായിട്ടുള്ള ആ സത്യമാണ് ആ പാദങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യുന്നത്. ആ പാദങ്ങൾ, പാദസ്വരം അണിഞ്ഞിട്ടുണ്ട്. ആ പാദത്തിൽ ഓം എഴുതിയിട്ടുണ്ട്. ഓം എന്ന അക്ഷരം ആ പാദത്തിൽ രണ്ടും എഴുതിയിട്ടുണ്ട്. ഭംഗിയായിട്ട് തിളങ്ങി നിൽക്കുന്ന ആ പാദം. ഈ ഒരു രൂപം മനസ്സിൽ കാണാൻ എന്ത് സുഖമാണല്ലേ. അപ്പം ആലോചിച്ച് നോക്കൂ, മനസ്സാകുന്ന പശുവിനെ നമ്മൾ ഭഗവാന്റെ രൂപമാകുന്ന വൃക്ഷത്തിൽ കെട്ടിയിടുകയാണ്. അപ്പോൾ രൂപത്തിൻ്റെ ആ ഭംഗിയാണ് നമ്മൾ ആസ്വദിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു പശുവിനെ വൃക്ഷത്തിൽ കെട്ടിയിടുകയാണ് ഒരു കയറ് വെച്ചിട്ട്. അപ്പോൾ ആ പശുവിന് ആ കയറിൻ്റെ അളവ് അത്ര മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ആ വൃക്ഷത്തിൽ നിന്നും കയറിൻ്റെ അളവ് എത്ര ഉണ്ടോ ദൂരം, അത്രയും മാത്രമേ സഞ്ചരിക്കാനുള്ളൊരു ശക്തിയുള്ളൂ. അതേപോലെ നമ്മുടെ മനസ്സും ഭഗവാന്റെ രൂപത്തിൽ കെട്ടിയിടുകയാണ്. അത്ര എളുപ്പമല്ല. എന്തുകൊണ്ട്? നമ്മൾ അങ്ങനെ ഭഗവാന്റെ ഈ ഇതിൽ നിന്ന് ശ്രദ്ധിച്ച് കഴുത്തിലേക്ക് വരുമ്പോഴാണ് വേറെ ചിന്തകൾ വരുന്നത് അല്ലേ. ഓ സ്വർണ്ണമാല, അപ്പോഴാണ് ഓർമ്മ വരുന്നത്. ഓ കല്യാണത്തിന് ഞാൻ സ്വർണ്ണമാല പണയം വെച്ചിട്ടുണ്ടായിരുന്നു, അത് പോയി എടുക്കണമല്ലോ, ബാങ്കിൽ പോയിട്ടു. ഓ ഈശ്വര, ഇപ്പോൾ ബാങ്കിൽ ലോണുകളൊക്കെ ഇതായി തുടങ്ങി, അങ്ങനെ പോവല്ലേ ചിന്തകൾ. മനസ്സല്ലേ വേൾഡ് ടൂറിന് പോകും. ഓരോ ഭഗവാന്റെ രൂപം കാണുമ്പോഴത്തേക്കും ടൈം പോയി ഒരു കറക്കമായി, എന്നിട്ട് വീണ്ടും അതിനെ കൊണ്ടുവരിക. അയ്യോ ഇനി എവിടേക്കാണ് പോകുന്ന മനസ്സേ, ഭഗവാന്റെ അടുത്തിൽ നിൽക്കുന്ന അങ്ങനെ പോകാൻ പാടുണ്ടോ, വരൂ തിരിച്ച്. വീണ്ടും കൊണ്ടുവരിക തിരിച്ച്, വീണ്ടും ആലോചിക്കുന്നു, വീണ്ടും എന്താ പോകുന്നു വർക്ക് വേൾഡ് ടൂർ, വീണ്ടും തിരിച്ചു കൊണ്ടുവരൂ, വീണ്ടും പോകുന്നു. അങ്ങനെ കൊണ്ടുവന്ന് അവസാനമൊക്കെ കുറേ ചെയ്ത് ശീലമാകുമ്പോഴോ പുറത്ത് പോവുകയില്ല. കാരണം എന്താണ്? ഭഗവാന്റെ സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുറത്തുള്ള സൗന്ദര്യം ഒന്നും അല്ല എന്ന് മനസ്സിന് ബോധ്യമാകുമ്പോൾ അതവിടെ തന്നെ നിൽക്കും. എന്തുകൊണ്ട്? നാരായണീയത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഭഗവാന്റെ സൗന്ദര്യം എങ്ങനെയാണ്? സൗന്ദര്യോത്തരോപി സുന്ദരതരം സൗന്ദര്യ ഉത്തരതരോപി. മനോജ്ഞമായിട്ടുള്ള ഭഗവാന്റെ ആ രൂപം, ശരിക്കും സൗന്ദര്യമുള്ള രൂപം ഭഗവാന്റെ അത് മാത്രമേ ഉള്ളൂ എന്ന് ഉള്ളിൽ അറിയുമ്പോൾ രമണ മഹർഷിയുടെ ഒരു കൃതി അക്ഷരമണമാല, അതിൽ പറയുന്നുണ്ട്, ഊർ ചുற்று ഉളം വിടാൽ ഉனை കണ്ട അടങ്ങിട ഉൻ അഴകൈ കാട്ട് അരുണാചല. ഭഗവാനെ അരുണാചല, മനസ്സ് ഉള്ളം വിടാതെ, അതായത് ഹൃദയത്തിലുള്ള ഭഗവാനെ വിട്ടിട്ട് ഈ ഭൂലോകം മുഴുവനും ചുറ്റിത്തിരിയാതിരിക്കാനുള്ളൊരു ശക്തി എനിക്ക് തരൂ. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? നീ നിന്റെ അഴക്, നിന്റെ ഭംഗി, സൗന്ദര്യം എനിക്ക് കാണിച്ചു തരൂ. കാണിച്ചു തന്നാലോ പിന്നെ ലോകത്തിലേക്ക് പോവുകയില്ല മനസ്സ്. എന്തുകൊണ്ട്? മനസ്സ് അറിഞ്ഞു കഴിഞ്ഞു ശാശ്വതമായിട്ടുള്ള സൗന്ദര്യം ഭഗവാനിൽ ആണ്.
ഈ രൂപം ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിച്ചിട്ട് എന്താ ചെയ്യുക? കേശാദിപാദം പാദാദി കേശം കണ്ടിട്ട് ഭഗവാന്റെ നാമം ജപിക്കാം. ഭഗവാന്റെ നാമം ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞുള്ള നാമം നമുക്ക് ജപിക്കാം. വളരെ ലളിതമല്ലേ? ഒരു ചില്ലി കാശിൻ്റെ ആവശ്യമില്ല. ഓടണ്ട ചാടണ്ട, എവിടെയും കഷ്ടപ്പെട്ട് പോകണ്ട. എന്ത് സിമ്പിളാണല്ലേ? പക്ഷെ സിമ്പിളുള്ള കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒന്നാമത് മനസ്സ് കറങ്ങാൻ പോകും അല്ലേ? സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾക്ക് മനസ്സിന് ആദ്യമേ തന്നെ ശ്രദ്ധ വിശ്വാസം വരാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ചെയ്തു കഴിഞ്ഞാലോ, ചെയ്യുന്തോറും ഇത് നിരന്തരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്ത് 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 അതിൻ്റെ ഒരു മഹത്വം നമ്മൾ അറിയും. ഇഷ്ടരൂപത്തിൻ്റെ ഏകരൂപനായിട്ടുള്ള ഭഗവാന്റെ ധ്യാനവും നാമജപവും ഇതിലൂടെ എന്താ സംഭവിക്കുക? ഭഗവാൻ ഉള്ളിൽ പ്രതിഷ്ഠിതനാവും. കേട്ട ഭഗവാന്റെ കഥകളും നമുക്ക് ഉള്ളിൽ ഓർത്തു നോക്കാം. പൂതന മോക്ഷം ആലോചിച്ച് നോക്കാം അല്ലേ? നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ രൂപം കണ്ടു, ഭഗവാന്റെ നാമം ചൊല്ലി, അത് കഴിഞ്ഞിട്ട് മനസ്സ് അവിടെ ഇവിടെയൊക്കെ ഓടുന്നുണ്ട്, ചഞ്ചലമാകുന്നുണ്ട്. ശരി, അന്ന് ഒരു കാര്യം ചെയ്യാം. മനസ്സെ ഒരു കാര്യം ചെയ്യൂ, ഭഗവാന്റെ കഥകൾ എടുക്കൂ, ആ കഥകൾ നോക്കൂ, ഓർത്തു നോക്കൂ. ഭഗവാൻ എന്നാലും ഇങ്ങനെ ചെയ്തുവല്ലോ, മാതാവിന് വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുത്തുവല്ലോ. അങ്ങനെ ആലോചിച്ച് നോക്കൂ. ആലോചിച്ച് നോക്കുമ്പോൾ എന്തൊരു രസമാണല്ലേ? ഭഗവാന്റെ സ്മരണ ഉള്ളിൽ നന്നായിട്ട് നിറയും. ഇപ്പം നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത് നമ്മളിപ്പോൾ ആശ്രയിച്ചിരിക്കുന്നത് ലോകത്തിനോടാണ്. വേൾഡ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നു. ലോകത്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഇതിന്ന് നമ്മളെ എതിലേക്ക് നയിക്കുകയാണ്? ഗോഡ് ഡിപ്പെൻഡൻസിലേക്ക് നയിക്കുകയാണ്. വേൾഡ് ഡിപ്പെൻഡൻസ് ടു ഗോഡ് ഡിപ്പെൻഡൻസ്. എന്തുകൊണ്ട്? ഭഗവാൻ മാത്രമേ ഉള്ളൂ ശാശ്വതം. പക്ഷെ ആ ഭഗവാനും വിശ്വരൂപനായിട്ടുള്ള ഭഗവാൻ, ഏകരൂപനായിട്ടുള്ള ഭഗവാൻ, അതേ ഏകരൂപനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷെ ആ ഭഗവാൻ ഉള്ളിൽ തെളിയണമല്ലോ അല്ലേ? നമ്മുടെ തന്നെ ആത്മസ്വരൂപമായിട്ട് ഇരിക്കുന്നു. അതാണ് പരമമായിട്ടുള്ള ദർശനം. ആ ഭഗവാനെ ഉള്ളിൽ കണ്ടാൽ മാത്രമേ എല്ലായിടത്തും ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗോഡ് ഡിപ്പെൻഡൻസ് ടു എന്ത് വേണം? നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെ കാണണം. ആത്മസ്വരൂപനായിട്ടുള്ള സെൽഫ് ഡിപ്പെൻഡൻസ് എന്ന് പറയും. അപ്പോൾ ശാസ്ത്രങ്ങളുടെ പദ്ധതി എന്താണ്? വേൾഡ് ഡിപ്പെൻഡൻസ് ടു ഗോഡ് ഡിപ്പെൻഡൻസ് ടു സെൽഫ് ഡിപ്പെൻഡൻസ്. ഉള്ളിലുള്ള ഭഗവാനെ കാണണം. ഇതിന് ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് നമ്മൾ ഈ ഉത്തരേന്ത്യയിലുള്ള ഒരു മഹാത്മാവ്. നിങ്ങളെല്ലാം കഥ കേട്ടിട്ടുണ്ടാവും, നാമദേവൻ്റെ കഥ. നാമദേവൻ്റെ കഥ. നാമദേവൻ ഭഗവാന്റെ ഭക്തനായിരുന്നു. ഉത്തരേന്ത്യയിൽ നമ്മുടെ ഗുരുവായൂരപ്പൻ പോലെ തന്നെ അവിടെ വിഠൽ ഭഗവാൻ, വിഠൽ വിഠൽ എന്ന് പറഞ്ഞിട്ട് പാടുമല്ലോ അല്ലേ? വിഠല 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 വിഠല. വിഠൽ ഭഗവാന് കാണുമായിരുന്നു, പ്രത്യക്ഷമായിരുന്നു. നാമദേവന് പ്രത്യക്ഷമായിട്ട് ഭഗവാനെ കാണാമായിരുന്നു. അതായത് കഴിക്കുമ്പോഴും കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം ഭഗവാനെ കണ്ട് ഭഗവാനോട് സംസാരിക്കും. അങ്ങനെയായിരുന്നു ഭഗവാനോടുള്ള അടുപ്പം. ഒരിക്കൽ ഒരു കുംഭകാരൻ ഉണ്ടായിരുന്നു. ആ കുംഭകാരൻ്റെ സദസ്സിൽ മഹാത്മാക്കൾ എല്ലാവരും ഇരിക്കുകയാണ്. ജ്ഞാനദേവനുണ്ട്, ജ്ഞാനദേവൻ്റെ സഹോദരിയായിട്ടുള്ള മുക്താബായി, അവരുടെ സഹോദരൻ നിവൃത്തിനാഥൻ, എല്ലാവരും ഇരിക്കുന്നുണ്ട്. കൂടെ നാമദേവനും ഉണ്ട്. അപ്പം എല്ലാവരും നമ്മളൊക്കെ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ ചുമ്മാ ഇങ്ങനെ ചർച്ചയൊക്കെ ചെയ്യുമല്ലോ, തമാശയും കളി ചിരിയൊക്കെയാണല്ലോ. അപ്പം ജ്ഞാനദേവൻ പറഞ്ഞു, കുംഭകാര നീ ഒരു കാര്യം ചെയ്യൂ, ഇവിടെയുള്ള കുംഭങ്ങൾ എല്ലാവരും കുംഭങ്ങളാണല്ലോ അല്ലേ? ഇതൊരു കുംഭമാണ്, മൺകുടമാണ്, എല്ലാം മൺകുടമാണല്ലോ. ഒരു തമിഴിൽ ഒരു കവിയുണ്ട്, ആ കവി പാടി, നന്ദവനത്തിലൊരാണ്ടി 4 മാതമായി വേണ്ടി കൊണ്ടുവന്താൻ ഒരു തോണ്ടി அதை കൂത്താടി കൂത്താടി കീഴെ പോട്ട് ഉടൈ താണ്ടി. നന്ദവനം, ഈ ലോകം ഒരു നന്ദവനമാണ്. അപ്പം നന്ദവനത്തിൽ ഒരു ആണ്ടി, ആരാണ് നമ്മൾ? ആണ്ടി എന്ന് വെച്ചാൽ ഒന്നും ഇല്ലാത്തവനാണ്. ശരിക്കും നമുക്കൊന്നുമില്ലല്ലോ അല്ലേ? നമ്മൾ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. എന്നിട്ട് നമ്മുടെ വിചാരം എന്താണ്? എല്ലാം ഉണ്ടെന്നല്ലേ? നന്ദവനത്തിൽ ഒരു ആണ്ടി. നമ്മുടെ അച്ഛനമ്മമാർ ആണ്ടികളായിരുന്നു അല്ലേ? അവരെന്ത് ചെയ്തു? 4-6 മാതമായി വേണ്ടി, 4-6 മാസം കൊണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചു അല്ലേ? എന്നിട്ട് വയറ്റിൽ കൊണ്ട് ചുമന്നുവല്ലോ അല്ലേ? കൊണ്ടുവന്നാണ് ഒരു തോണ്ടി. കൊണ്ടുവന്നതോ അതേപോലെ തന്നെ തോണ്ടി 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 ഒരു ആണ്ടി തന്നെയാണ് ജനിപ്പിച്ചത്. നമ്മളെല്ലാവരും ആണ്ടികളാണല്ലോ അല്ലേ? ആണ്ടി എന്ന് പറയുമ്പോൾ ഒന്നില്ലാത്തവരാണ് ആണ്ടി. അപ്പം കുഞ്ഞുങ്ങളായിട്ട് വരുന്നതും ആണ്ടിമാർ തന്നെയാണ്. പിന്നെ എന്ത് ചെയ്തു? ആ കൊണ്ടുവന്ന ആ കുടത്തിനെ എന്ത് ചെയ്തു? കളിച്ച് കളിച്ച് കൂത്താടി കൂത്താടി കൂത്താടി
കീഴൈ പോട്ട് ഉടൈ താണ്ടി. അത് എന്ത് ചെയ്തു? അവസാനം പോകുമല്ലോ അല്ലേ, നശിച്ചു പോകുമല്ലോ. ഈ ശരീരവും മണ്ണായിട്ട് അപ്പോൾ ഇത് കളിച്ച് 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 അവിടെ പോയി ഇവിടെ പോയി അത് ചെയ്ത് ഇത് ചെയ്ത് എല്ലാം ചെയ്ത് ചെയ്ത് എന്തായി? ഡിം. അവസാനം ഇത് ഡിമ്മെന്ന് പോകുമല്ലോ. അതേപോലെ ഇതെല്ലാവരും ഒരു മൺകുടങ്ങളാണ്. ഇപ്പം എല്ലാവരും ഇരിക്കുകയാണ് സദസ്സിൽ, മൺകുടങ്ങൾ എല്ലാം ഇരിക്കുന്നുണ്ട്. അപ്പം ജ്ഞാനദേവൻ പറഞ്ഞു, നീ പരിശോധിക്കൂ, ഈ മൺകുടങ്ങളിൽ നല്ല മൂത്തത് ഏതാണ്, പാകം വന്നിരിക്കുന്നത് ഏതാണ് ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഈ മൺകുടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. നല്ല രസമായിട്ടാണ് അവിടെ ഉണ്ടാക്കുന്നത്. ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ, പക്ഷേ രസമാണ് അത്. അപ്പം അതിൽ നമ്മൾ ഒരു വടി കൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക സൗണ്ട് വരും. നമ്മൾ ഈ പൊങ്കാലയ്ക്കൊക്കെ മൺകുടങ്ങൾ വാങ്ങിച്ചുമ്പോൾ തട്ടി നോക്കും അല്ലേ, മുതിർന്നവരൊക്കെ തട്ടി നോക്കും. തട്ടി നോക്കുമ്പോൾ ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അറിയാം അത് പാകം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഈ കുംഭം ഉണ്ടാക്കുന്ന ആൾ എന്ത് ചെയ്തു? അവിടെ ഉള്ള മഹാത്മാക്കൾ ഓരോരുത്തരുടെ തലയിൽ പോയിട്ട് തട്ടിയപ്പം അവരെല്ലാവരും നിശബ്ദമായിട്ടിരുന്നു. നാമദേവൻ്റെ തലയിൽ വന്നിട്ട് തട്ടാൻ പോയപ്പോഴത്തേക്ക് നാമദേവൻ ദേഷ്യം വന്നു. എന്തേത്? എൻ്റെ തലയിലൊന്നും തൊട്ടേണ്ട ആവശ്യമില്ല കേട്ടോ, ഞാൻ പാകം വന്ന ആൾ തന്നെയാണ്, അതിനൊന്നും ഒരു ആവശ്യമില്ല, എന്തൊരു അഹങ്കാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഈ കുംഭകാരൻ പറഞ്ഞു, ഓ ഈ കുടമാണ് ശബ്ദം ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇത് പാകം വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴത്തേക്കും നാമദേവന് സങ്കടമായി. അങ്ങനെ പറഞ്ഞിട്ട് അത് വെച്ചിട്ട് പോയി. ആ സദസ്സ് പിരിഞ്ഞു പോയി, ഒന്നും പറയാതെ തന്നെ പോയിട്ട് ആരുടെ അടുത്തേക്കാണ് പോകുന്നത്? ഭഗവാൻ കൃഷ്ണൻ പ്രത്യക്ഷനായിരുന്നല്ലോ, വിട്ടൽ ഭഗവാൻ. അപ്പോൾ വിട്ടലിൻ്റെ അടുത്ത് പോയി, നേരെ പോയി വിട്ടലിൻ്റെ അടുത്ത് പോയി. വിട്ടലാ കണ്ടോ, അവരെന്നാലും ഇങ്ങനെ പറഞ്ഞുവല്ലോ. അപ്പോൾ വിട്ടല് ഭഗവാനല്ലേ, നേരുവഴി കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ പറഞ്ഞു, എന്നാലും നീ മിണ്ടാണ്ടിരിക്കേണ്ടല്ലേ വേണ്ടുള്ളൂ, അവർ തട്ടിയെന്ന് വെച്ചിട്ട് എന്താ, നിനക്ക് എന്താ വലിയ നഷ്ടമുണ്ടോ? ഇല്ലല്ലോ, അപ്പം മിണ്ടാതിരിക്കണോ ആയിരുന്നല്ലോ. അപ്പോൾ സങ്കടമായി നാമദേവൻ. അയ്യോ വിട്ടല, നീയും അങ്ങനെ പറയുന്നോ, കഷ്ടമായി പോയേട്ടോ. അപ്പോൾ വിട്ടൽ ഭഗവാൻ പറഞ്ഞു, ഇങ്ങനെയാണ്, നിനക്ക് അറിവിൻ്റെ ഒരു കുറവുണ്ട്. ശാസ്ത്രപ്രകാരം ഗുരുവിൽ നിന്നും നീ അറിവ് നേടണം. നേരിട്ട് ഭഗവാൻ അറിവിനെ പ്രദാനം ചെയ്തില്ല, കാരണം മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല അല്ലേ. കൃഷ്ണ ഭഗവാൻ അതുകൊണ്ടാണല്ലോ യുധിഷ്ഠിരന് സ്വയം ജ്ഞാനം പകർന്നു കൊടുത്തില്ല, ഭീഷ്മർ മുഖേന ജ്ഞാനം പകർന്നു കൊടുത്തത്. അതേപോലെ വിട്ടൽ ഭഗവാൻ പറഞ്ഞു, നിനക്ക് അറിവിൻ്റെ കുറവുണ്ട്. പക്ഷേ വിട്ടൽ പറഞ്ഞ എന്തും കേൾക്കും നാമദേവൻ. അപ്പോൾ നാമദേവൻ പറഞ്ഞു, ശരി ഭഗവാനെ പറയുവാണ്, എന്താ വേണ്ടേ, ഞാൻ ആരുടെത്തേക്കാണ് പോകണ്ടേ? അപ്പോൾ വിട്ടൽ പറഞ്ഞു, ശരി പോകൂ. ഒരു സ്ഥലത്ത് വലിയൊരു ഫക്കീറുണ്ട്. ആ ഫക്കീർ, നമ്മൾ മുസ്ലിം മഹാത്മാക്കളെ ഫക്കീർ എന്ന് പറയുമല്ലോ. അപ്പോൾ ഫക്കീറുണ്ട്, ആ ഫക്കീറിൻ്റെ അടുത്ത് പോയിട്ട് അറിവിന് വേണ്ടി പ്രാർത്ഥിക്കൂ. നാമദേവൻ പറഞ്ഞു, ശരി ഞാൻ പോകാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അവിടത്തേക്ക് ഒരു ക്ഷേത്രത്തിൻ്റെ സന്നിധിയാണ്. പോയിട്ട് നോക്കുമ്പോൾ ഒരു വയസ്സായ ഒരാൾ കിടക്കുകയാണ്. ഓ ഇദ്ദേഹമാണല്ലേ വിട്ടൽ പറഞ്ഞയച്ച ആൾ, പക്ഷെ വയസ്സായ ഒരു അപ്പൂപ്പനാണല്ലോ, ഇദ്ദേഹം എന്താണ് എനിക്ക് പറഞ്ഞു തരാൻ പോകുന്നത്? കണ്ടിട്ട് ഒരു മഹാത്മാവിൻ്റെ ലക്ഷണമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരമുണ്ട് ഉള്ളിൽ. എന്നിട്ട് നോക്കുമ്പോൾ കാല്, ഈ മഹാത്മാവ് കിടക്കുന്ന സ്ഥലത്ത് കാല് ശിവലിംഗത്തിന് മുകളിലാണ്. ശിവലിംഗത്തിനെ ചവിട്ടിക്കൊണ്ടാണ് ഈ കാല് വെച്ചിരിക്കുന്നത്. അപ്പം നാമദേവൻ വിചാരിച്ചു, ധിക്കാരി, കിടക്കുന്നത് ആരുടെ മേളിൽ കാല് വെച്ചുകൊണ്ടാണ്? ഭഗവാന്റെ ശിവലിംഗത്തിന് മുകളിൽ. എന്തായാലും പോയി ഞാൻ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മഹാത്മാരുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയാണ് മഹാത്മാവേ. എന്താണ് കുഞ്ഞേ? എന്നിട്ട് ആ മഹാത്മാവ് നാമദേവൻ ചോദിക്കാതെ തന്നെ പറഞ്ഞു, നീ വിട്ടൽ പറഞ്ഞിട്ട് വന്ന ആളല്ലേ എന്ന് ചോദിച്ചു. ഓ അതെങ്ങനെ അങ്ങേക്ക് അറിയാം? അതെനിക്കറിയാം. അപ്പോൾ മഹാത്മാവെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങ് കിടക്കുമ്പോൾ ഈ ശിവലിംഗത്തിൻ്റെ മുകളിൽ കാല് വെച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് കിടക്കുന്നത്? ഓ അങ്ങനെയാണോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ, എനിക്ക് വയസ്സായില്ലേ കുഞ്ഞെ, എൻ്റെ കാലൊന്നെടുത്ത് മാറ്റി തരുമോ നീ? ശരി ഞാൻ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മെല്ലെ കാലെടുത്തിട്ട് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് വെച്ചു. വേറെ സ്ഥലത്ത് വെച്ചപ്പോഴത്തേക്കും ആ സ്ഥലത്തും ഒരു ശിവലിംഗം. ഓ ഇതെന്താ ഇത്, ഇവിടെ ഒരു ശിവലിംഗമാണല്ലോ, ശരി വേറെ സ്ഥലത്ത് മാറ്റിയെടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് കാലെടുത്തിട്ട് വേറെ സ്ഥലത്ത് മാറ്റി വെച്ചു കൊടുത്തു. നോക്കുമ്പോൾ അവിടെയും ശിവലിംഗം. എന്നാൽ ശരി ഒരു കാര്യം ചെയ്യാം, എവിടെ വെച്ചാലും ശിവലിംഗം ആവുമല്ലോ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, എൻ്റെ മേത്ത് ശിവലിംഗം ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എൻ്റെ മടിയിൽ തന്നെ വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? സ്വയം തൻ്റെ മടിയിൽ വെച്ചു. അപ്പോൾ മടിയിൽ വെച്ചപ്പോൾ താൻ ശിവനാണ്, എൻ്റെ ഉള്ളിൽ ആ ഭഗവാൻ ഇരിക്കുന്നു എന്നുള്ളൊരു ബോധം വന്നു. അതിനാണല്ലോ നമ്മൾ പ്രത്യഭിജ്ഞ എന്ന് പറയുന്നത്, തിരിച്ചറിവ്. ഭഗവാനെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഭഗവാൻ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. ആ ഉള്ളിലുള്ള ഭഗവാനെ ഒന്ന് കാണണം, അത്രയേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പലതിനെയും പുറത്താണല്ലോ ശ്രദ്ധിക്കുന്നത് അല്ലേ, അവിടെ ഇവിടെയാണ് നമ്മുടെ ശ്രദ്ധ. അപ്പം നമ്മുടെ ശ്രദ്ധയെ ഉള്ളിലേക്ക് തിരിക്കാനാണ് ഈ ഏകരൂപ ഈശ്വര ധ്യാനം.
മെല്ലെ മെല്ലെ ആ മനസ്സ്, ബഹിർമുഖമായിരിക്കുന്ന മനസ്സിനെ മെല്ലെ ഭഗവാന്റെ രൂപത്തിൽ കേന്ദ്രീകരിച്ചിട്ട് ആ കേന്ദ്രിതമായിട്ടുള്ള ഏകാഗ്രമായിട്ടുള്ള മനസ്സിനെ എന്ത് ചെയ്യുന്നു? മെല്ലെ അകത്തേക്ക് തിരിയൂ, അകത്തേക്ക് തിരിയൂ, അകത്ത് നോക്കൂ, ആ ഭഗവാൻ പ്രകാശം നിൽക്കുന്നു അകത്ത്. നമ്മുടെ തന്നെ സ്വരൂപമായി, ബോധസ്വരൂപനായി ഭഗവാൻ പ്രകാശം നിൽക്കുന്നു. അതേപോലെ ആ ഉള്ളിലുള്ള ആ ഭഗവാനെ നാമദേവൻ കണ്ടു. പിന്നീടോ കാണുന്നതെല്ലാം ഭഗവാൻ തന്നെയാണ്. പിന്നീടോ വീട്ടിൽ തന്നെ, പുറത്ത് എവിടെയും പോയിട്ടില്ല. തുണി തുന്നുമല്ലോ, തുണി നന്നായിട്ട് തുന്നും, ശ്ലോകങ്ങളൊക്കെ രചിക്കും, പാട്ടുകൾ കവിതകളൊക്കെ രചിക്കും. അങ്ങനെ കവിതകൾ രചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം വീട്ടിൽ ആരോ കാണാൻ വന്നു. പോയി നോക്കിയപ്പോൾ ആരാണ്? വിട്ടൽ വന്നിരിക്കുകയാണ് കാണാൻ. അപ്പോൾ വിട്ടൽ ചോദിക്കുകയാണ്, നീ കുറേ ദിവസമായില്ലോ എന്നെ കാണാൻ വന്നിട്ട്? ദിവസവും എന്നെ കാണാൻ വരുമായിരുന്നല്ലോ, എൻ്റെ കൂടെ തന്നെ നടക്കും, കൂടെ തന്നെ ഭക്ഷണം കഴിക്കും, എല്ലാം ചെയ്യായിരുന്നല്ലോ, ഇപ്പം എന്നാ കുറേ ദിവസമായല്ലോ കണ്ടിട്ട്? ആരാ പറഞ്ഞു? ഭഗവാനെ. ഭഗവാൻ എൻ്റെ ഉള്ളിലുണ്ടല്ലോ, ഞാൻ നിമിഷം പ്രതി ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ കാണുന്നത് മുഴുവനും ഭഗവാൻ തന്നെയാണ്. എൻ്റെ ഉള്ളിലും ഭഗവാനുണ്ട്, കാണുന്നതെല്ലാം ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ ഇപ്പോഴാണ് ശരിക്കുമുള്ള ഭക്തനായത്. അപ്പം എങ്ങനെയാ വേണ്ടേ? ആദ്യം നാമദേവൻ ഏകരൂപ ഈശ്വരൻ, അത് മാത്രം, ആ വിട്ടലിൻ്റെ രൂപം മാത്രമാണ് ഭഗവാൻ എന്നായിരുന്നു ധാരണ അല്ലേ? പിന്നീട് എന്തായി? ഗുരു ഉപദേശത്തിലൂടെ ആ ശ്രദ്ധ ഉള്ളിലേക്ക് പതിഞ്ഞു. ആ കേന്ദ്രിതമായിട്ടുള്ള ഏകാഗ്രമായിട്ടുള്ള ആ മനസ്സിനെ, വിട്ടലിൽ ഏകാഗ്രമായ ആ മനസ്സിനെ എന്ത് ചെയ്തു? ആ ശ്രദ്ധാശക്തിയെ ഉള്ളിലേക്ക് തിരിച്ചു വിട്ടു. ഉള്ളിൽ കൃഷ്ണനെ കണ്ടതോടെ പിന്നെ ബാഹ്യത്തിൽ മുഴുവനും കൃഷ്ണൻ, വിശ്വരൂപം കൃഷ്ണൻ എന്നായി. ഇതാണ് ലോക ആശ്രയത്തിൽ നിന്നും ഭഗവത് ആശ്രയത്തിൽ നിന്നും ആത്മ ആശ്രയം, വേൾഡ് ഡിപ്പെൻഡൻസ് ടു ഗോഡ് ഡിപ്പെൻഡൻസ് ടു സെൽഫ് ഡിപ്പെൻഡൻസ്. അത് നല്ല സുന്ദരമായ രീതിയിൽ ഈ ഒരു ദ്വിതീയ സ്കന്ധത്തിൽ വിശദീകരിക്കുന്നു. ആരാണ്? ശുകദേവൻ.